ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ നിങ്ങളുടെ ഗണിതം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ ഗണിതത്തിലെ 8ാമത്തെ യൂണിറ്റായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? ഏതായിരുന്നു നമ്മുടെ 8ാമത്തെ യൂണിറ്റിൻ്റെ പേര്? യെസ്, ടിക് 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 എന്നതായിരുന്നു അല്ലേ? ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ സമയത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അതിലിനി പറയാനായിട്ടുള്ളത് ടു ദി സർക്കസ് ടെൻറ്റ് എന്നുള്ള ഒരു ഭാഗമാണ് അല്ലേ? ടു ദി സർക്കസ് ടെൻറ്റ് എന്നുള്ള ഭാഗമാണ്. അതായത് മക്കളെ, സർക്കസ് കൂടാരത്തിലേക്ക് എന്നുള്ള പോർഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നമുക്കവിടെ ഒരു സർക്കസ് കൂടാരത്തിൻ്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? ഒരു സർക്കസ് ടെൻറ്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം? അവിടെ നടക്കുന്ന ഷോസിൻ്റെ ടൈം കാണാം അല്ലേ? ഷോ ടൈം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർനൂൺ 1 PM, ഈവനിങ് 4 PM ആൻഡ് 7 PM. അതുപോലെ സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേയ്സ് മോർണിംഗ് 10 AM, നൈറ്റ് 11 PM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നിങ്ങളോട് ചോദിച്ചത് വാട്ട് ടൈം ഡു ദി ഷോ സ്റ്റാർട്ട് ഓൺ എ വീക്ക് ഡേ എന്നാണ് ചോദിച്ചത്. എന്താണ്? വാട്ട് ടൈം ഡു ദി ഷോ സ്റ്റാർട്ട് ഓൺ എ വീക്ക് ഡേ എന്നാണ് ചോദിച്ചത്. അതായത് മക്കളെ, അവധി അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ് എന്നാണ് ചോദിച്ചത്. എത്ര മണിക്കാണ് മക്കളെ? ഉച്ചയ്ക്ക് 1 മണി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AM ഉം PM ഉം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? AM എന്ന് പറയുന്നത് എന്താണ്? 12 മണിക്ക് മുന്നേ ഉള്ള സമയത്തെയാണ് പറയുന്നത് അല്ലേ? PM എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷമുള്ള സമയത്താണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 1 PM എന്ന് എഴുതാം അല്ലേ? ഉച്ച 1 മണി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ് എന്നാണ് ചോദിച്ചത്. അതായത് നമുക്ക് അവിടെ തന്നിട്ടില്ലായിരുന്നോ? എന്താണ്? സ്പെഷ്യൽ ഷോസ് തന്നിട്ടില്ലായിരുന്നോ ഹോളിഡേയ്സിലുള്ള? അതാണ് ചോദിച്ചത്. അറ്റ് വാട്ട് ടൈംസ് ആർ ദി സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേയ്സ് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് മക്കളെ? യെസ്, 10 AM ആണല്ലോ. ഒന്ന് എന്താണ്? 10 AM ഉം അതുപോലെ തന്നെ നൈറ്റിൽ എന്താണ്? 11 PM ആണ്. അവിടെ മക്കൾ നോക്കിക്കേ, അവിടെ ഒരു സമയം തന്നത് അല്ലേ? രാവിലെ ഏതാണ് തന്നിട്ടുള്ളത്? 10 മണിയാണ്. 10 AM ആണ് കൊടുത്തിട്ടുള്ളത്. നൈറ്റ് ആയ സമയത്ത്, രാത്രി ആയ സമയത്ത് അതെന്ത് കൊടുത്തു? PM എന്ന് കൊടുത്തു അല്ലേ? ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഷോസ് ആർ ദർ ഓൺ എ ഹോളിഡേയ്സ്. അതായത് അവധി ദിവസങ്ങളിൽ എത്ര ഷോസ് ആണുള്ളത്? എത്രയാണ് മക്കളെ? 2 ഷോസ് അല്ലേ ഉള്ളത്? രാവിലെയും ഉണ്ട് രാത്രിയും ഉണ്ട് അല്ലേ? ദെൻ സെക്കൻഡ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ഓൾ ദി ഷോസ് ടൈം ഓൺ എ ഹോളിഡേ ഇൻ ദി കറക്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് നോക്കിക്കേ മക്കളെ, ചോദ്യം എന്താണ് വരുന്നത്? അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞത്. അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എപ്പോഴൊക്കെയാണ് അവധി ദിവസങ്ങളിലെ പ്രത്യേക ഷോ? നമ്മുടെ അടുത്ത് പറഞ്ഞ രാവിലെ 10 മണിക്കുണ്ട്, അതുപോലെ തന്നെ രാത്രി 11 മണിക്കുണ്ടല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചതാണ് അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം എന്താ? 10 മണിക്ക് അവിടെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പം 10 AM ഒരു സമയമാണ്. പിന്നെ എപ്പോഴാണുള്ളത് മക്കളെ? സാധാരണ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലേ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ എപ്പോഴാണ് മക്കളെ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അല്ലേ? വൈകിട്ട് 4 PM എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ 7 PM എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ രാത്രി എന്തുണ്ടാവാറുണ്ട്? ഷോ ഉണ്ടാവാറുണ്ട് അല്ലേ? രാത്രി 11 മണിക്ക്. അപ്പം ഇതേ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് മക്കൾ? ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, എന്താണ് അടുത്ത പോർഷൻ വരുന്നത്? ആക്ട് ഔട്ട് എന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു ഡെയിലി അറ്റ് വാട്ട് ടൈംസ് ഡു യു ഡു ദം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് സമയം നോക്കി അഭിനയിക്കാം എന്നുള്ള ഭാഗമാണ്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അത് ഏതെല്ലാം സമയങ്ങളിലാണ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് മക്കൾക്ക് സ്വയം എഴുതാവുന്നൊരു പ്രവർത്തനമാണ്. മക്കൾ അതെന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന എത്ര സമയത്താണ്? ആ സമയമാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ പിന്നെ പല്ല് തേക്കുന്ന ടൈം, പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം, പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് നമുക്ക് എഴുതാനുണ്ട് അല്ലേ? ഇവിടെ മക്കൾ നിങ്ങൾ കുളിക്കുന്ന സമയം അല്ലേ? അല്ലെങ്കിൽ ബാത്തിങ് കേട്ടോ. കുളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ബാത്തിങ് അല്ലേ? നിങ്ങൾ ബാത്തിങ് ഏത് സമയത്താണ് എന്നുള്ളത് മക്കൾ എഴുതുക. പിന്നെ അതുപോലെ ഒന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ ലഞ്ചിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയം നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ലഞ്ച് നമുക്ക് എഴുതാം. ആ ഒരു സമയം മക്കൾ അവിടെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ റീച്ച് ഹോം, നിങ്ങൾ വീട്ടിലെത്തുന്ന സമയം നിങ്ങൾക്ക് എന്ത് എഴുതാം?
അവിടെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഡിന്നർ അല്ലേ, ഡിന്നർ മക്കൾക്ക് അവിടെ എഴുതാം കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഏത് സമയത്താണ് മക്കൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, അതിന് നേരെ എഴുതുക കേട്ടോ. ഓരോ കൂട്ടുകാരും ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. മക്കൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. അവിടെ നിങ്ങൾക്ക് ഡിന്നർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, സ്റ്റഡി ടൈം എന്നുള്ളത് വേണമെങ്കിലും എഴുതാം കേട്ടോ. സ്റ്റഡി ടൈം എന്നുള്ളത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അത് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുക കേട്ടോ. അത് മക്കൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, താഴെ കുറച്ച് കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ടല്ലേ, സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളടുത്ത് അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്താണ് മക്കളെ, രാവിലെ 6 മണിയാണ് അല്ലേ. രാവിലെ 6 മണിക്ക് മക്കൾ എന്താണ് ചെയ്യാറുള്ളത്, 6 in the morning എന്താണ് ചെയ്യാറുള്ളത്. ചില കൂട്ടുകാർ എഴുന്നേൽക്കുന്നതായിരിക്കും, ചില കൂട്ടുകാർ ബ്രഷ് ചെയ്യും, ചില കൂട്ടുകാർ ഉറങ്ങുമായിരിക്കും. അപ്പോൾ അത് മക്കൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ആക്ട് ചെയ്യുക. പിന്നെ 1 in afternoon അല്ലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് മക്കൾ എന്ത് ചെയ്യുമായിരിക്കും, ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ അഭിനയിക്കുക. പിന്നെ 7 in the morning പറയുന്നുണ്ട്, 4 in the evening, 10 in the morning, 9 in the night കേട്ടോ. അതൊക്കെ മക്കൾക്ക് ജസ്റ്റ് അഭിനയിച്ച് കാണിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കിക്കേ മക്കൾ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സമയം എത്രയായി എന്നുള്ളത് നോക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ മക്കളെ, വാട്ട്സ് ദി ടൈം, ദ ക്ലോക്ക് ഷോസ് ദി ടൈം വെൻ തൻവീസ് ക്ലാസ് സ്റ്റാർട്ടഡ്. The hour hand is at 10 and the minute hand is at 12. The time is 10 o'clock. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, നോക്കിക്കേ. അവിടെ നമുക്ക് ക്ലോക്കിൽ ഒരു ടൈം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് തന്നിട്ടുള്ളത്, തൻവിയുടെ ക്ലാസ് തുടങ്ങുന്ന സമയമാണ് നമുക്ക് അവിടെ ക്ലോക്കിൽ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ മിനിറ്റ് സൂചി എത്രയിലാണുള്ളത്, മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണെന്ത് മിനിറ്റ് സൂചി, ഇതാണെന്ത് മണിക്കൂർ സൂചി ഇല്ല. അപ്പം മിനിറ്റ് സൂചി എവിടെയാണുള്ളത്, 12ൻ്റെ മുകളിലാണുള്ളത്. അതുപോലെ തന്നെ മണിക്കൂർ സൂചി 10ലുമാണുള്ളത്. അപ്പോൾ അവിടെ സമയം എന്ന് പറയുന്നത് 10 മണിയാണ്, 10 o'clock ആണ് എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അവിടെ സൈഡിൽ ഒരു ചെറിയ ഒരു നോട്ട് തന്നിട്ടുണ്ട്. ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയുമാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചെറിയ സൂചിയാണ് എന്ത്, അവർ ഹാൻഡ് എന്ന് പറയുന്നത്. വലിയ സൂചിയാണ് എന്ത്, മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് നോക്കുന്ന ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, നെക്സ്റ്റ് ഭാഗം നോക്കിക്കേ, മുത്തശ്ശിയെ കാണാൻ അല്ലേ, വിസിറ്റിംഗ് ഗ്രാൻഡ്മ എന്ന് പറയുന്ന പോർഷനാണ് നമുക്കുള്ളത്. തൻവി, ആർ വി വിസിറ്റിംഗ് ഗ്രാൻഡ്മ ടുമോറോ, മസ്റ്റ് ഗെറ്റ് അപ്പ് ഇയർലി. ഗ്രേറ്റ്, വി ക്യാൻ സീ ഗ്രാൻഡ്മ ടുമോറോ. ഓക്കെ മക്കളെ, അവിടെ നമ്മുടെ തൻവിയും അതുപോലെ തന്നെ നമ്മുടെ തൻവിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. തൻവിയുടെ അമ്മ എന്താണ് തൻവിയോട് പറയുന്നത്, തൻവി നാളെ മുത്തശ്ശിയെ കാണാൻ പോകുമല്ലേ, രാവിലെ എണീക്കണേ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ തൻവി വളരെ സന്തോഷത്തിലാണ്. അവൾ എന്താണ് പറയുന്നത്, ഹായ് നാളെ മുത്തശ്ശിയെ കാണാലോ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ തൻവി എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ അപ്പോൾ അവൾ നേരത്തെ ഉണർന്നു. അപ്പോൾ തൻവി ഉണർന്നിട്ടുള്ള സമയമാണ് നമുക്ക് അവിടെ ക്ലോക്കിൽ തന്നിട്ടുള്ളത്. ആ ഉണർന്ന സമയമാണ് നമുക്ക് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ മണിക്കൂർ സൂചി, നമ്മുടെ അവർ ഹാൻഡ് 6ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയുമാണ്. അപ്പോൾ എത്രയാണ് മക്കളെ, നമുക്ക് കറക്റ്റ് ഒരു തെറ്റില്ലാത്ത രീതി നമുക്ക് സമയത്തിലോട്ട് എത്താനായിട്ട് പറ്റൂലേ. എത്രയാണ് മക്കളെ, 6 AM അല്ലേ, 6 മണിക്കാണ് അവൾ എന്ത് ചെയ്ത്, രാവിലെ 6 മണിക്കാണ് അവൾ എഴുന്നേറ്റിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി ആഹാരം കഴിക്കുമ്പോൾ അല്ലേ, നോക്കിക്കേ മക്കളെ, ആഹാരം കഴിക്കുമ്പോൾ എന്നുള്ള പോർഷനാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നോക്കിക്കേ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം കേട്ടോ. മക്കൾക്ക് അവിടെ എന്ത് കാണാം, ക്ലോക്ക് കാണാം. നോക്കിക്കേ, വാട്ട്സ് ദി ടൈം നൗ, വാട്ട്സ് ദി ടൈം നൗ. ദ അവർ ഹാൻഡ് ഈസ് midway between 7 and 8. The minute hand is at 6. Time is 30 past 7. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്, നോക്കിക്കേ, നമുക്കവിടെ മക്കൾ ക്ലോക്കിൽ നോക്കിയാൽ അറിയാം എന്താണ്, മണിക്കൂർ സൂചി 7നും 8നും നടുക്കായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിനിറ്റ് സൂചി 6ന് നേരെയാണ് വരുന്നത്. അപ്പോൾ സമയം 7 മണി 30 മിനിറ്റ് ആണ് അല്ലേ. എന്താണ്, 30 past 7 ആണല്ലേ, 7 മണി 30 മിനിറ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം നമ്മുടെ അവർ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ 7നും 8നും നടുവിലാണ് വരുന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, 7 എത്രയോ ആയി സമയം എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ഇനി നമ്മുടെ മിനിറ്റ് സൂചി നോക്കുക, 6ന് നേരെയാണല്ലോ, 6ന് നേരെയാണ് നമുക്കറിയാം എന്താണ് 30. അപ്പം
7:30 ആണ് ടൈം. വളരെ സിമ്പിളല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇനിയും നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ട അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയണ്ടേ, 7:30 എന്നും പറയും അല്ലേ. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, നമ്മുടെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട് അല്ലേ, 7:30 സമയം അല്ലേ, 8:30 സമയം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലേ. അപ്പം 7:30 അല്ലേ, 7:30 അല്ലെങ്കിൽ 7:30, 7:30, 7:30 എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. വി ക്യാൻ ഓൾസോ സേ 7:30. എന്താണ് മക്കളെ? 7:30 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അമ്മ എന്ത് പറയുന്നുണ്ട്? ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് 60 minutes ഫോർ 1 റൊട്ടേഷൻ, ദാറ്റ് ഈസ് ആൻ അവർ അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റാണ്. അതായത് നമ്മുടെ മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ അല്ലേ മക്കളെ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇതാണ് നമ്മുടെ ക്ലോക്ക് അല്ലേ, നമ്മുടെ ക്ലോക്ക് ഇതാണ് നമ്മുടെ എന്ത് മിനിറ്റ് സൂചി ഇല്ലേ, അതാണ് നമ്മുടെ ഈ 12-ന് നേരിൽ ഇതാണ് നമ്മുടെ മിനിറ്റ് സൂചി. അതിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ 5-ലെത്തി 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60 അല്ലേ. 60 മിനിറ്റാണ് അതെന്ത് ചെയ്യുന്നത്, ഒരു സമയം തിരിയാനായിട്ട് എടുക്കുന്നത്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 hour പൂർത്തിയാവും അല്ലേ, 1 മണിക്കൂർ പൂർത്തിയാകും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അതൊക്കെ മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. നോക്കിക്കേ, പുറപ്പെടാം എന്നുള്ളൊരു ഭാഗമാണ് അടുത്തത് നമുക്ക് വരുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ലെറ്റ് സ്റ്റാർട്ട്. അവരെവിടേക്ക് പോവാണ്? യെസ്, ഗ്രാൻഡ്മേൻ്റെ വീട്ടിലേക്ക് പോവാണല്ലേ, ഗ്രാൻഡ്മേനെ കാണാനായിട്ട് പോവാണ്. ഓക്കെ മക്കളെ, അവിടെ ഫാദർ എന്താ പറയുന്നത്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ ദി ബസ്, വി വോണ്ട് ബി ലേറ്റ് ഇഫ് വി സ്റ്റാർട്ട് ഏർലി. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, ബസ് വരാറായി, നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താമെന്ന് പറയാനില്ല. അപ്പോൾ തൻവി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം ക്ലോക്കിൽ തന്നിട്ടുണ്ടല്ലോ മക്കളെ. വളരെ സിമ്പിളാണ്. അവർ ഹാൻഡ് 8-ന് നേരെയാണ്, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെയാണ്. എത്രയാണ് മക്കളെ? 8 AM. എത്രയാണ്? 8 AM അല്ലേ, 8 മണിയാണ് അല്ലേ. എത്രയാണ്? 8 മണിയാണ് സമയം, രാവിലെ 8 മണി. ഇനി എന്ത് ചെയ്തു? അങ്ങനെ അവരെവിടെ എത്തി മക്കളെ? മുത്തശ്ശിയുടെ വീട്ടിലെത്തി അല്ലേ. അവരെവിടെ എത്തി? നമ്മുടെ ഗ്രാൻഡ്മയുടെ വീട്ടിലെത്തി. അറ്റ് ഗ്രാൻഡ്മാസ് അല്ലേ, അറ്റ് ഗ്രാൻഡ്മാസ് എന്നുള്ള ഭാഗമാണ്. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലെ സൂചി നോക്കിക്കേ, 9-നും 10-നും ഇടയിലാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? 9 സംതിങ് ആണ് സമയം വരുന്നത് അല്ലേ. ഇനി നമ്മുടെ മിനിറ്റ് സൂചി എവിടെയാണ്? 6-ന് നേരെ ആയതുകൊണ്ട് എത്രയാണ്? 30. അപ്പം തന്നെ സമയം കിട്ടി. അതേ നമുക്ക് അവിടെ പറയുന്നുള്ളൂ. എന്താണ്? സി അറ്റ് വാട്ട് ടൈം തൻവി റീച്ച്ഡ് ഗ്രാൻഡ്മാസ് ഹൗസ്, റൈറ്റ് ഡൗൺ ദി ടൈം അല്ലേ. എത്രയാണ്? യെസ്, 9 hours 30 minutes അല്ലേ, 9 മണി 30 മിനിറ്റ്. അപ്പം നമ്മുടെ ഗ്രാൻഡ്മ എന്ത് പറയുന്നുണ്ട്? സോ നൈസ് ടു സീ യു ഓൾ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ നോട്ട് തന്നിട്ടുള്ളത് നോക്കിയേ. വി ക്യാൻ ഓൾസോ സേ 9:30 അല്ലേ. എന്ത് പറയാം നമുക്ക്? 9:30 എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 9:30 എന്ന് പറയാം, 9:30 എന്ന് പറയാം, 9:30 എന്ന് പറയാം അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അവിടെ മാച്ച് ദി ക്ലോക്ക്സ് ആൻഡ് ദി ടൈംസ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ക്ലോക്ക് തന്നിട്ടുണ്ട്, താഴെയുള്ള എന്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? താഴെയുള്ള സമയമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എത്രയാണ് മക്കളെ? ഫസ്റ്റ് ക്ലോക്കിലുള്ളത് 7 മണിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് മാച്ച് ചെയ്തു. അതാണ് താഴെ എഴുതിയത് 1C. ഇനി രണ്ടാമത്തെ എത്രയാണ്? 10-ൻ്റെ മുകളിലാണ് നമ്മുടെ മണിക്കൂർ സൂചി ഉള്ളത്, 12-ൻ്റെ മുകളിലാണ് മിനിറ്റ് സൂചി. അപ്പോൾ എത്രയാണ് മക്കളെ? 10 മണിയാണ്. അപ്പോൾ അത് ഏതാണ്? യെസ്, D ആണ് അല്ലേ. 2 ഏതാണ് വരിക? D ആണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കുക മക്കളെ, മണിക്കൂർ സൂചി 3-ന് മുകളിലും മിനിറ്റ് സൂചി 12-ൻ്റെ മുകളിലും ആണല്ലോ. അപ്പോൾ എത്രയാണ്? 3 മണിയാണ്. അപ്പോൾ ഫസ്റ്റിലോട്ട് വരയ്ക്കുക കേട്ടോ. അതായത് 3A ആണ് വരുന്നത്. ഇനി നാലാമത്തേത് 5-ൻ്റെയും 12-ൻ്റെയും നേരെയാണ്. അപ്പോൾ എത്രയാണ്? 5 മണിയാണ്. അപ്പം ഏതാണ്? 4E ആണ് വരുന്നത്. ഇനി 5 എത്രയാണ് മക്കളെ? 11-നും 12-നും നേരെയാണ്. അപ്പോൾ എത്രയാണ്? 11 മണിയാണ്. അപ്പോൾ ഏതാണ്? 5E ആണ് വരുന്നത്. വളരെ സിമ്പിളല്ല മക്കളെ. നമ്മൾ സമയം നോക്കാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ഭാഗം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കുള്ളത് കംപ്ലീറ്റ് ദി ടേബിൾ എന്നുള്ള ഭാഗമാണ്. കൂട്ടുകാർക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറേ ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ. ക്ലോക്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? സമയം കാണാം അല്ലേ. എത്രയാണ് സമയം എന്ന് മക്കൾക്ക് നോക്കി പറയാനായിട്ട് പറ്റുന്നുണ്ടോ? നോക്കിക്കുക മക്കളെ. ആദ്യം നമുക്ക് നോക്കാം അല്ലേ. എത്രയാണ്? അവിടെ മണിക്കൂർ സൂചി അവർ ഹാൻഡ് എവിടെയാണ് മക്കളെ? 11-ന് നേരെയെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. അറ്റ് 11 ആണല്ലേ, 11-ന് നേരെയാണ്. ഇനി മിനിറ്റ് സൂചി എത്രയാണ്? 12-ന് നേരെ. അപ്പോൾ എത്രയാണ് മക്കളെ സമയം വരുന്നത്? 11 മണിയാണല്ലേ. എത്രയാണ്? 11 മണിയാണല്ലേ. നോക്കിക്കുക മക്കളെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ മണിക്കൂർ സൂചി എവിടെയാണ് മക്കളെ? യെസ്, അറ്റ് 4 ആണല്ലേ. അറ്റ് 4 ആണല്ലേ. 4-ന് നേരെ എന്നാണ് മലയാളം മീഡിയം കൂട്ടുകാർ എഴുതേണ്ടത്. 4-ന് നേരെ എന്നാണ് കേട്ടോ. അറ്റ് 4 ആണ്. അതായത് 4-ന് നേരെയാണ് എന്തുള്ളത്?
നമ്മുടെ മണിക്കൂർ സൂചി ഉള്ളത്. ഈ മിനിറ്റ് ഹാൻഡ് എവിടെയാണുള്ളത് മക്കളെ? അറ്റ് 12 ആണ് അല്ലേ, 12. എത്രയാണ്? അറ്റ് 12 ആണുള്ളത്. അപ്പോൾ എത്രയാണ് മക്കളെ? 4 നേരെയാണ് മണിക്കൂർ സൂചി ഉള്ളത്. മിനിറ്റ് സൂചി 12 നേരെയാണെങ്കിൽ എത്രയാണ്? 4 മണിയാണ് ടൈം. അടുത്ത നോക്കിക്കുക മക്കളെ, എവിടെയാണ്? നമ്മുടെ അവർ ഹാൻഡ് എവിടെയാണ്? 4നും 5നും ഇടയിലാണല്ലേ, അതായത് മിഡ് വേയിലാണ് അല്ലേ. മിഡ് വേ ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലാണ്? യെസ്, 4 ആൻഡ് 5 അല്ലേ. മിഡ് വേ അറ്റ് 4 ആൻഡ് 5 അല്ലേ. നമ്മുടെ മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? അറ്റ് 6 ആണല്ലേ, അറ്റ് 6 ആണ്. അപ്പോൾ എത്രയാണ് മക്കളെ? യെസ്, 4:30 ആണ് ടൈം വരുന്നത്. അടുത്ത നോക്കിക്കുക മക്കളെ, നമ്മുടെ അവർ ഹാൻഡ് എവിടെയാണുള്ളത്? യെസ്, മിഡ് വേ ബിറ്റ്വീൻ 3 ആൻഡ് 4 ആണ് അല്ലേ. ഓക്കെ, നമ്മുടെ മിനിറ്റ് സൂചി എവിടെയാണുള്ളത്? അറ്റ് 6 ആണ്. അപ്പോൾ എത്രയാണ് മക്കളെ സമയം വരുന്നത്? 3:30 ആണ് സമയം വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ലുക്ക് അറ്റ് ദി ടൈം ആൻഡ് ഡ്രോ ദി ഹാൻഡ്സ് എന്നാണ് പറഞ്ഞത്. അതായത് സമയം നോക്കിയിട്ട് സൂചി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ അല്ല മക്കളെ, വരയ്ക്കാനായിട്ട് ഈസി ആണല്ലോ. ആദ്യം എത്ര? 6 o'clock ആണല്ലേ. അപ്പോൾ എത്രയാണ്? അവർ ഹാൻഡ്, അതായത് നമുക്ക് ലെങ്ത് കുറഞ്ഞുള്ള സൂചി 6ന് നേരെയും മണിക്കൂർ സൂചി 12ന് നേരെയും കേട്ടോ. നേരെ വേണം വരയ്ക്കാനായിട്ട്. അടുത്തത് 5:30 അല്ല മക്കളെ. അപ്പോൾ 5:30 എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നമ്മൾ സൂചി വരയ്ക്കുന്നത്? നമ്മുടെ മണിക്കൂർ സൂചി 5ന് നേരെ വരച്ചാൽ മതിയോ? പോരാ, 5നെയും അല്ലേ, എവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? 5ന് നേരെ വരച്ചാൽ മതിയോ? ഇല്ല അല്ലേ, 5 കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടൊന്ന് മൂവ് ചെയ്യണം അല്ലേ. കറക്റ്റ് 5ന് നേരെയല്ല, 5 കഴിഞ്ഞിട്ട് കുറച്ച് മൂവ് ചെയ്യണം. നമ്മുടെ മിനിറ്റ് സൂചി എവിടെയാണ്? നേരെ 6ന് നേരെയായിട്ട് വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്ക് 8 o'clock ആണല്ലോ. അത് സിമ്പിളാണ്. മണിക്കൂർ സൂചി 8ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും വരും. ഇനി അടുത്തത് 1:30 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ്? 1ന് നേരെ വരച്ചാൽ മതിയോ? അല്ലെ, 1 കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സൂചി അങ്ങോട്ട് മൂവ് ചെയ്യണം. മിനിറ്റ് സൂചി 6ന് നേരെയും. വളരെ സിമ്പിളല്ലേ മക്കളെ വരയ്ക്കാനായിട്ട്? എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, അടുത്ത ഭാഗം നമുക്ക് വരുന്നത് അറ്റ് ദി പാർക്ക് എന്നുള്ള പോർഷൻ ആണ് കേട്ടോ. അറ്റ് ദി പാർക്ക് നോക്കിക്കുക മക്കളെ, അവിടെ നിങ്ങൾക്ക് ഒരു പാർക്ക് കാണാം. പാർക്കിൽ നമ്മുടെ തന്വിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അവിടെ പാർക്കിൽ ഒരു ക്ലോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? യെസ്, ക്ലോക്കിൽ ഒരു സമയമുണ്ട് അല്ലേ. എത്രയാണ് മക്കളെ? മണിക്കൂർ സൂചി എവിടെയാണ്? യെസ്, മിഡ് വേ ബിറ്റ്വീൻ 4 ആൻഡ് 5 ആണല്ലേ, അതായത് 4നും 5നും ഇടയിലാണ് അല്ലേ. അപ്പോൾ പിന്നെയോ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എവിടെയാണ്? 6ന് നേരെയാണല്ലേ. മണിക്കൂർ സൂചി 4നും 5നും ഇടയിലും മിനിറ്റ് സൂചി 6ന് നേരെ. അപ്പോൾ എത്രയാണ് മക്കളെ സമയം? 4:30. എത്രയാണ് മക്കളെ? 4:30 അല്ലേ. 4 hours 30 minutes. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? അടുത്ത നോക്കിക്കേ, ദ ക്ലോക്ക് ഷോസ് ദി ടൈം തൻവി ലെഫ്റ്റ് ദി പാർക്ക് അല്ലേ. ഇപ്പോൾ ക്ലോക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ തൻവി എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് വീട്ടിലേക്ക് പോയ സമയമാണ് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. എന്താണ് മക്കളെ അവിടെ പറയുന്നത് നോക്കി? ദ അവർ ഹാൻഡ് ഈസ് പാസ്റ്റ് 6 ആൻഡ് ദി മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 3. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവർ ഹാൻഡ് ഈസ് പാസ്റ്റ് 6 അല്ലേ. അവർ ഹാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? എവിടെയാണുള്ളത്? 6ന് നേരെയാണോ? അല്ല അല്ലേ, 6 കഴിഞ്ഞിട്ടുണ്ട്. മിനിറ്റ് ഹാൻഡ് എവിടെയാണുള്ളത്? മിനിറ്റ് ഹാൻഡ് 3ന് നേരെയോ ആണുള്ളത് അല്ലേ മക്കളെ. ദ ടൈം ഈസ് 15 past 6. എത്രയാണ് മക്കളെ? ദ ടൈം ഈസ് 15 past 6 ആണല്ലേ, അതായത് 6:15 ആണ് ടൈം വരുന്നത്. എത്രയാണ് മക്കളെ? 6:15 അല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. എന്താണ് ഇത് നമ്മൾ പറയാം? നോക്കിക്കേ, 6 മണി കഴിഞ്ഞ് 15 ആണ് സമയം കേട്ടോ. അപ്പം നമ്മൾ അതിന് വേറൊരു ടേം യൂസ് ചെയ്യാറുണ്ട്, 6:15 എന്ന് പറയും. എന്താണ് മക്കളെ പറയാം? നമ്മൾ 6:15 എന്ന് പറയില്ല. നേരത്തെ നമ്മൾ 6ന് നേരെയപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 6:30 എന്ന് നമ്മൾ പറയില്ല, അര എന്ന് പറയും. 3ന് നേരെയാണെങ്കിൽ നമ്മൾ എന്താ കാലാണ് പറയാട്ടോ. എന്താണ്? 6:15 എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ദെൻ അടുത്ത ഭാഗം നോക്കിക്കേ മക്കളെ. തൻവി പാർക്കിൽ നിന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കിക്കേ മക്കളെ, എത്രയാണ്? എവിടെയാണുള്ളത്? മണിക്കൂർ സൂചി 6ൽ നിന്ന് 7ൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മിനിറ്റ് സൂചി 9ലും അല്ലേ. മിനിറ്റ് സൂചി എവിടെയാണ്? 9ലും. അങ്ങനെയാണെങ്കിൽ സമയം എത്രയാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 6നും 7നും ഇടയിലായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ അവർ ഹാൻഡ് ഉള്ളത്. 7ലേക്ക് എത്താറായിട്ടുണ്ടല്ലേ, പക്ഷേ 7ൽ എത്തിയിട്ടില്ല. അപ്പോൾ എത്രയാണ്? യെസ്, 6:45 ആണല്ലേ. 6:45. എന്താണ് പറയുക? 6:45. അതിനെ നമ്മൾ എന്ത് പറയും? 6:45 എന്ന് പറയും കേട്ടോ. 3ന് നേരെയാവുന്ന സമയത്ത് കാലാണ്,
3-ന് നേരെയാണെങ്കിൽ കാലാണ്, 6-ന് നേരെയാകുമ്പം അര, 9-ന് നേരെയാകുമ്പോൾ എന്താണ് മുക്കാൽ കേട്ടോ. കാല്, അര, മുക്കാൽ, ആ ഒരു ടേം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. കാല്, അര, മുക്കാൽ എന്നുള്ള ആ ഒരു ടേം കേട്ടോ. നോക്കിക്കുക മക്കളെ, അതിൽ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ ഓൾസോ സേ 6:45. എന്താണ് 6:45. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഡ്രോ ഹാൻഡ്സ് ഓൺ ദി ക്ലോക്ക് ആൻഡ് റൈറ്റ് ദി ടൈംസ് ബിലോ. അതായത് നമ്മുടെ ക്ലോക്കിൽ സൂചി വരയ്ക്കാനാണ് സമയം, അതുപോലെ തന്നെ താഴെ എഴുതാനായിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കൾ, ഫസ്റ്റ് ഏതാ നമുക്ക് തന്നിട്ടുള്ളത്, 10:30 ആണ് തന്നിട്ടുള്ളത് അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്, 10:30 തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യണം, സൂചി വരയ്ക്കണം. 10:30 ആവുന്ന സമയത്ത് സൂചി ഇവിടെ അവർ ഹാൻഡ് എവിടെ വരയ്ക്കണം മക്കളെ, നമ്മൾ ആ 10-ന് നേരെ വരച്ചാൽ മതിയോ, ഇല്ല അല്ലേ. 10 കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്. 10 കഴിഞ്ഞിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അപ്പോൾ 10 കഴിഞ്ഞിട്ട് നമ്മൾ 11-ലേക്ക് എത്തണോ, വേണ്ട അല്ലേ. 10-നും 11-നും ഏകദേശം ഇടയിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക അല്ലേ. നോക്കിക്കുക മക്കളെ, അപ്പോൾ അവിടെ നമുക്ക് വരയ്ക്കാം അല്ലേ. മിനിറ്റ് സൂചി ആദ്യം നമുക്ക് ഹവർ സൂചി വരയ്ക്കാം അല്ലേ. നമ്മൾ ഇവിടേക്ക് വരച്ചു, അവർ സൂചി വരച്ചു, മിനിറ്റ് സൂചി 6-ന് നേരെയും വരച്ചു. അതിന് നമ്മൾ എന്താ പറയുക, 10:30 എന്ന് പറയും അല്ലേ. 10:30 എന്ന് പറയും. അടുത്തത് നോക്കിക്കുക മക്കളെ, ഇനി നമുക്ക് 10:45 ആണ് വരയ്ക്കേണ്ടത് അല്ലേ. 10:45 ആണ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ 10-നും 11-ൻ്റെയും ഇടയിലായതുകൊണ്ട് വരച്ചു. 45 എന്ന് പറയുമ്പോൾ 9-ന് നേരെയും നമ്മൾ വരയ്ക്കുക. അതിനെന്താണ് പറയുക, 11:45 എന്ന് പറയും അല്ലേ. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ, 11:15 ആണല്ലേ, 11:15 നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, കാലെന്ന് പറയുമ്പോൾ 11:15 എന്ന് പറയുമ്പോൾ ഇതിന് നേരെ വരും, 3-ന് നേരെ വരും. എന്താണ് അതിന് പറയുക, 11:15 എന്ന് പറയും അല്ലേ. ഇനി അടുത്തത് എന്താണ്, 11:45 ആണ് വരയ്ക്കുക. എന്താണ് 11:45 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, 11:45 അതിന് നമ്മൾ എന്താണ് പറയുക, 11:45 എന്നാണ് പറയുക അല്ലേ. 11:45 എന്ന് പറയൂ അല്ലേ. ഓക്കെ മക്കളെ, അടുത്തത് നമുക്ക് 12:15 അല്ലേ വരയ്ക്കേണ്ടത്. 12:15 ആകുമ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കണം മക്കളെ. യെസ്, 12:15 എന്ന് പറയുമ്പോൾ 3-ന് നേരെയാണ് 15 വരിക കേട്ടോ. അവിടെ നമുക്ക് എന്ത് പറയാം, 12:15 എന്ന് പറയാം അല്ലേ. 12:15 എന്ന് വേണം മക്കൾ എഴുതാനായിട്ട് കേട്ടോ. അവിടെ 12:15, 12:15 അല്ലേ. 12:15 അടുത്ത നോക്കിക്കുക മക്കളെ, 12:30 അല്ലേ, 12:30 ആണല്ലേ. 12:30 അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം, 12:30. അതിന് നമ്മൾ എന്ത് പറയും മക്കളെ, 12:30. എന്താണ് പറയുക, 12:30 അല്ലേ. അതായത് 12:30. എന്താ പറയുക, 12:30 എന്ന് പറയും അല്ലേ. 12:30. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത പോർഷൻ നോക്കിക്കേ, മൈ സ്കൂൾ. എന്താണ് മൈ സ്കൂൾ എന്നതാണ് കേട്ടോ. മൈ സ്കൂൾ എന്നുള്ളതാണ് എൻ്റെ വിദ്യാലയം. ഓക്കെ, നോക്കിക്കേ മക്കളെ, അടുത്തത് നമ്മുടെ തൻവി ഇവിടേക്ക് പോവാണ്, സ്കൂളിലേക്ക് പോവാണ് അല്ലേ. തൻവി വെൻ ടു സ്കൂൾ ദി നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം നമ്മുടെ തൻവി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ടൈം നൗ, ടൈം എത്ര, അവിടെ ഡിജിറ്റൽ ക്ലോക്കാണ് തന്നിട്ടുള്ളത്. എത്രയാണ്, യെസ് 9:30 ആണ് അല്ലേ. 9:30. സിമ്പിൾ അല്ലേ മക്കൾ, അത് നോക്കി നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റൂ അല്ലേ. അടുത്ത നോക്കിക്കേ, ഡ്രോ ദി ഹാൻഡ്സ് ഇൻ ദി ക്ലോക്ക് ടു ഷോ ദിസ് ടൈം. എന്താണ് മക്കളെ, അത് ക്ലോക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടൈം എന്ത് ചെയ്യാനാണ്, ക്ലോക്കിൽ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 9:30 എന്നുള്ളത് നമ്മൾ എവിടെ വരയ്ക്കണം, യെസ് 9-നും 10-നും ഇടയിലായിട്ടാണ് എന്ത് വേണ്ടത്, നമുക്ക് അവർ ഹാൻഡ് വേണ്ടത് അല്ലേ. ഓക്കെ, ദെൻ 6-ന് നേരെ എത്രയാണ്, 9:30. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദി ക്ലാസ് സ്റ്റാർട്ടഡ് ഹാഫ് ആൻ അവർ ആഫ്റ്റർ തൻവി റീച്ച്ഡ് സ്കൂൾ ദ ടൈം വെൻ ഷീ ക്ലാസ് സ്റ്റാർട്ടഡ്. അതായത് നമ്മുടെ തൻവി സ്കൂളിൽ എത്തിയതിന് ശേഷം എത്ര മണിക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുള്ളത്, 9:30 അല്ലേ. അപ്പോൾ സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ക്ലാസ് തുടങ്ങുന്ന സമയം. ഇപ്പോൾ എപ്പോഴാണുള്ളത് മക്കളെ, 9:30 ആണുള്ളത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെ എത്തും, 10 മണിയാവൂലേ. എത്രയാണ്, 10 മണി. അപ്പോൾ ക്ലാസ് തുടങ്ങുന്ന സമയം എത്രയാണ്, യെസ് 10 അല്ലേ, 10 മണിയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. എത്രയാണ്, 10 o'clock ആണ് അല്ലേ. 10 o'clockനാണ് എന്ത് ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തത് റൈറ്റ് ദി ടൈം ആസ് ഷോൺ ബൈ എ ഡിജിറ്റൽ ക്ലോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ആ ഒരു സമയം നമ്മുടെ
ഡിജിറ്റൽ ക്ലോക്കിൽ അല്ലേ, സമയം ഡിജിറ്റൽ ക്ലോക്കിൽ കാണുന്ന പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ഉണ്ടാവുക മക്കളെ? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഓക്കെ. ദെൻ നമ്മളോട് പറഞ്ഞ എന്താണ്? ക്ലാസ് തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ വരയ്ക്കും. അപ്പോൾ നമുക്കറിയാം 10 മണിക്കാണ് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ 10:15 അല്ലേ, 10:15 നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ തന്നിട്ടുള്ള ക്ലോക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് മക്കളെ നമ്മൾ സൂചി വരയ്ക്കേണ്ടത്? എവിടെയാണ്? 10 നേരെ വരച്ചാൽ മതിയോ? ഇല്ല അല്ലേ. നോക്കിക്കേ, ഒരു അനക്കം നമ്മൾ മാറ്റി വരയ്ക്കണം കേട്ടോ. 10:10 ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ. ഇനി അവിടെ 2 കുട്ടികൾ പറയുന്നുണ്ടല്ലേ, എന്താണ്? നമ്മുടെ കണക്ക് സാറ് സ്മാർട്ടാ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവളെന്താണ് പറയുന്നത്? സാറിൻ്റെ വാച്ചും അല്ലേ, സാറിൻ്റെ വാച്ചും എന്താണ്? യെസ്, സ്മാർട്ടാണ് അല്ലേ. മക്കൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലേ സ്മാർട്ട് വാച്ച്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പല കുട്ടികളുടെയും വാച്ച് എന്തായിരിക്കും? സ്മാർട്ട് വാച്ചൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്മാർട്ട് വാച്ച് നോക്കിയിട്ട് സമയം പറയാനൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ മക്കളെ. അപ്പോൾ ഇത്രയാണ് ക്ലോക്കിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, ആദിത്യ. എന്താണ്? ആദിത്യ എന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ. അവിടെ നമുക്ക് ചെറിയൊരു കലണ്ടറൊക്കെ തന്നിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ആദിത്യ. നോക്കിക്കേ, തൻവി വായിച്ച വാർത്ത നോക്കൂ. അപ്പോൾ തൻവി വായിച്ചിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എന്താണ്? നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരത് നോക്കാം. See the news that we read in the newspaper. Aditya L1 is the spacecraft launched by ISRO to study the sun. It was launched on 2 September 2023. Mark this day on the calendar. How many days are there from September 5 to September 23 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ L1. വിക്ഷേപണം 2023 സെപ്റ്റംബർ 2 ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത് അല്ലേ. 2023 സെപ്റ്റംബർ 2 അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുള്ള കലണ്ടർ നോക്കിക്കേ മക്കളെ. 2023 കലണ്ടറാണ്, സെപ്റ്റംബർ മാസമാണ്, സെപ്റ്റംബർ 2 അപ്പം ആ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ അടയാളപ്പെടുത്തുക. സെപ്റ്റംബർ 2 നമ്മുടെ അടുത്ത് പറഞ്ഞത് അല്ലേ. സെപ്റ്റംബർ 2 ശനി. ഓക്കെ. നമ്മളോട് എന്താണ് പറഞ്ഞത്? സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ സെപ്റ്റംബർ 5 ഏത് വരും? ചൊവ്വയാണ് വരുന്നതിൽ. അത് മുതൽ ഏത് വരെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 23 വരെയാണ്. അപ്പം മക്കളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അല്ലേ. എത്ര ദിവസമാണുള്ളത്? 18. പിന്നെ 23 എത്തുമ്പോൾ എത്രയാണ്? 19 ആണുള്ളത് അല്ലേ. നോക്കിക്കേ മക്കളെ, അപ്പം നമ്മളോട് സെപ്റ്റംബർ 5 മുതൽ 23 വരെ എത്ര ദിവസം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സെപ്റ്റംബർ 5 മുതൽ 23 വരെ. അപ്പോൾ 5 മുതൽ 23 വരെ നമുക്ക് കൗണ്ട് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് 19 ഡേ എന്ന് കിട്ടി അല്ലേ, 19 ഡേയ്സ് എന്ന് കിട്ടി. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോകാം. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നതാണ്. അത് മക്കൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ടുഡേയ്സ് ഡേറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നാണോ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡേറ്റ് എഴുതുക. പിന്നെ മാർക്ക് ദിസ് ഡേറ്റ് ഓൺ ദി കാലണ്ടർ ഇൻ ദി ക്ലാസ് അല്ലേ. മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു ഡേറ്റ് ഇവിടെ മാർക്ക് ചെയ്യണം, നിങ്ങളുടെ കലണ്ടറിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഏത് മാസമാണ് എന്നുള്ളതും, അതുപോലെ ഇന്ന് ആഴ്ചയിൽ ഏത് ദിവസമാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇന്നലെ ഏത് ദിവസമാണ് എന്നുള്ളത്, ഇനി നാളെ ഏതാണ് ദിവസം എന്ന് വരുന്നത്, അതുപോലെ ഈ മാസം 1-ാം തീയതി ഏത് ദിവസമായിരുന്നു എന്നുള്ളതും, അതുപോലെ ഈ മാസത്തെ അവസാന ദിവസം ഏതാണ് എന്നുള്ളതും. അത് മക്കൾ കലണ്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? മക്കൾ അത് എഴുതണം കേട്ടോ. അത് നിങ്ങൾക്കായിട്ടുള്ള വർക്കാണ്. അത് മക്കൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. കലണ്ടർ കിട്ടിയാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നത് ഉള്ളൂ അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ബർത്ത്ഡേ എന്നുള്ള ഒരു ഭാഗമാണ് വരുന്നത്. നോക്കൂ, മേക്ക് യുവർ ബർത്ത്ഡേ ഓൺ ദിസ് ഇയേഴ്സ് കലണ്ടർ. റൈറ്റ് യുവർ ബർത്ത്ഡേ ആൻഡ് യുവർ ഫ്രണ്ട്സ് ബർത്ത്ഡേ ഓൺ ദി ചാർട്ട് പേപ്പർ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ യുവർ ക്ലാസ് എന്നുള്ള ചോദ്യമാണ്. അത് മക്കൾ നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും അല്ലേ. ജന്മദിനം നോക്കിക്കേ, നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്തൂ. നിങ്ങളുടെയും കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ ചെയ്തു ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ,
ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, കലണ്ടർ നോക്കൂ, ഉത്തരം കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ജനുവരി ആണല്ലേ. അപ്പോൾ കൂട്ടുകാർ അവിടെ എന്ത് എഴുതണം? ജനുവരി എഴുതണം കേട്ടോ. ജനുവരി. ദെൻ നമ്മളോട് ചോദിച്ചത് ഈ വർഷം ജനുവരി 1 ഏത് ദിവസമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് മക്കൾ എന്ത് ചെയ്യണം? കലണ്ടർ നോക്കണം. കലണ്ടർ നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണേ മക്കളെ. നമുക്ക് ഇപ്രാവശ്യം ജനുവരി 1 വ്യാഴമാണ് വരുന്നത് കേട്ടോ. തേഴ്സ്ഡേ ആണ് വരുന്നത്, വ്യാഴമാണ് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ജനുവരി 31 നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ജനുവരി 31 നമുക്ക് വരുന്നത് ഈ വർഷം വരുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ ആണ് വരുന്നത്, അതായത് ശനിയാണ് വരുന്നത് കേട്ടോ. ശനിയാഴ്ചയാണ് വരുന്നത് കേട്ടോ. അതൊക്കെ മക്കൾ ജസ്റ്റ് കലണ്ടർ നോക്കി കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പൂർത്തിയാക്കാം എന്നുള്ളൊരു പ്രവർത്തനമുണ്ട്. അവിടെ മക്കൾക്ക് നിങ്ങളുടെ ആഴ്ചയിൽ നമുക്കറിയാലോ എത്ര ദിവസങ്ങളാണുള്ളത് മക്കളെ? 7 ദിവസങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷം ഇത്ര മാസങ്ങളാണുള്ളത് മക്കളെ? 12 മാസങ്ങളാണുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ആഴ്ചയിലെ ദിവസങ്ങളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം മൺഡേ എന്ന് പറഞ്ഞാൽ തിങ്കൾ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം, ഫ്രൈഡേ വെള്ളി, സാറ്റർഡേ ശനി, സൺഡേ ഞായർ അല്ലേ. അത് ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. മൺഡേ ടു സൺഡേ വരെ പറഞ്ഞ് പഠിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കലണ്ടർ കേട്ടോ. ഒരു വർഷത്തെ നമുക്കറിയാം 12 ദിവസങ്ങളാണല്ലേ. ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. അത് മക്കൾ ഇംഗ്ലീഷിലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം, മലയാളത്തിലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് മിസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം. ഇനി എല്ലാ കൂട്ടുകാരും പഠിച്ചിട്ടുള്ളതായിരിക്കും. ആർക്കെങ്കിലും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, സ്പെല്ലിംഗ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ടൈം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ടിക് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ആകെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളൂ. ടൈം നോക്കാൻ, അതുപോലെ തന്നെ ക്ലോക്കിൽ സൂചികൾ വരയ്ക്കാനൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് മക്കൾക്ക് ഈസി ആയിട്ട് കലണ്ടർ നോക്കി കണ്ടെത്തി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മക്കൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക, കലണ്ടർ നോക്കിയിട്ട് കണ്ടെത്താനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22-നാണ്. ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കലണ്ടർ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം മറ്റൊരു പാഠഭാഗമായിട്ട് വീണ്ടും കാണാം.